നമസ്കാരം. ഫുട്ബോൾ പറ്റിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ധാരാളം ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറെ ഹിയർ വി ഗോയും വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അത് പറഞ്ഞേക്കാം, ലൂയിസ് എൻട്രിക് ടു ഇന്റർ മിലാൻ ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. ബ്രസീലിയൻ ഫോർവേഡായ ലൂയിസ് എൻട്രിക് മാർസയുടെ പ്ലെയർ ആണ്. ഈ സീസൺ ലീഗ് വണ്ണിൽ 33 കളിയിൽ നിന്ന് 7 ഗോളും 7 അസിസ്റ്റും ആണ് താരത്തിലുള്ളത്. സോ ലൂയിസ് എൻട്രിക്കിനെ ഇന്റർ മിലാൻ സൈൻ ചെയ്തിരിക്കുകയാണ് ഫോർ 25 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന്. സോ നമുക്ക് നോക്കാം എന്തായാലും ഇൻസാഗി അവിടെ നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ എന്തായാലും ഒരു കിഡിലൻ ഒരു സ്ട്രൈക്കറിനെ അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അവിടുന്ന് നമ്മൾ അടുത്ത ഹിയർ വി ഗോ കേൾക്കാനായിട്ടാണ് മാക്സ് അലഗ്രി ടു AC മിലാൻ ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. സോ മാക്സ് അലഗ്രി നമുക്കറിയാം ഫ്രീ ഏജന്റ് ആയിട്ട് ഇപ്പം നിൽക്കുമായിരുന്നു. സോ യുവന്റസ് വിട്ടതിന് ശേഷം ഒരു ക്ലബ്ബ് ആൾ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. സോ ഇപ്പം AC മിലാൻ കൊൺകാഷിയോനെ സാക്ക് ചെയ്തിരിക്കുകയാണ്. സോ സാക്കല്ല, പുള്ളിയുടെ സീസൺ എൻഡ് വരെ ആൾക്ക് കോൺട്രാക്ട് ഉള്ളായിരുന്നു. സോ ആളെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു. അലഗ്രി ടീമിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ അലഗ്രി ഇവിടെ വന്നപ്പോഴേക്ക് ഇപ്പൊ സിരിയയിൽ കുറെ അവിയൽ വരുവും കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഗ്യാസ്പെറിനി വിട്ടിട്ടുണ്ടല്ലോ അറ്റ്ലാന്റ. ഗ്യാസ്പെറിനി റോമയിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഹിയർ വീഗോ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റയ്ക്ക് ഇപ്പോൾ ഒരു കോച്ചിനെ വേണം. സോ അറ്റ്ലാന്റ 2 പേരാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് യുവന്റസിന്റെ മുൻ കോച്ചായിരുന്ന തിയാഗോ മോട്ടേനെ, 2 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിയോളിനെയാണ്, അൽ നാസറിന്റെ കോച്ചായ പിയോളി. സോ അൽ നാസറും പിയോളിയും തമ്മിൽ എവറിത്തിങ് ഈസ് ഓവർ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ പിയോളി ഓർ തിയാഗോ മോട്ട ഇതിലൊരാളായിരിക്കും. എന്നല്ല, ഇവർ 2 പേരുമായിട്ടാണ് ഇപ്പോൾ അറ്റ്ലാന്റ ടോക്സ് ഇറക്കുന്നത്. സോ മോട്ട ആയിരിക്കോ പിയോളി ആയിരിക്കോ. സോ അവിടുന്ന് മറ്റൊരു ഹിയർ വീഗോ വന്നിരിക്കുന്ന മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞാലും റൊസാരിയോ സെൻട്രലിലോട്ട് തിരിച്ച് നമ്മുടെ ഏഞ്ചൽ ഡി മരിയ പോവാണ്. ബെൻഫീക്ക ആയിട്ടുള്ള കോൺട്രാക്ട് ആൾ റിന്യൂ ചെയ്തില്ല. സോ ഫ്രീ ഏജന്റ് ആയിട്ട് ആൾ റൊസാരിയോ സെൻട്രലിൽ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. റൊസാരിയോ സെൻട്രൽ ഇതിനു മുമ്പ് ആളവിടെ പോകാൻ പോയപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ കാര്യമായിട്ട് കേൾക്കുന്നില്ല. സോ എന്തായാലും ആൾ തിരിച്ച് നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അവിടുന്ന് മറ്റൊരു ഹിയർ വീഗോ ഡെലാപ്പിന്റെ കാര്യമാണ്. ഡെലാപ്പ് ടു ചെൽസി ഹിയർ വീഗോ വന്നിരിക്കുകയാണ്. സോ ഡെലാപ്പ് കഴിഞ്ഞ ദിവസം ഡേവിഡ് ഓൺസ്റ്റീൻ ആണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. പുള്ളി മറ്റേ ആൾക്കാരെല്ലാം അറിയിച്ചു പുള്ളി ചെൽസി സെലക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം. ആൻഡ് 30 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസും ചെൽസി എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെൽസി ഡെലാപ്പി മാത്രം ഒതുങ്ങുന്നില്ല. ചെൽസി എക്കിറ്റിക്കയിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ എക്കിറ്റിക്കയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബോത്ത് ലിവർപൂൾ ആൻഡ് ചെൽസി ആർ ഇൻട്രസ്റ്റഡ് എക്കിറ്റിക്ക നയിക്കുന്നുണ്ട്. സോ ഗ്യോക്കറസ് ഡീലിലും 2 പേരും അവെയർ ആണ്. പക്ഷെ എന്നാലും 2 പേരുടെയും പ്രിഫേർഡ് പ്ലെയർ എക്കിറ്റിക്ക ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഗ്യോക്കറസിനേക്കാളും ലിവർപൂൾ ആണെങ്കിലും ചെൽസി ആണെങ്കിലും. സോ 100 മില്യൺ യൂറോസിന്റെ ആസ്കിംഗ് പ്രൈസ് ആണ് ഫ്രാങ്ക്ഫർട്ട് വെച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ ലണ്ടൻ ട്രാവൽസ് ആയ ആർസണലിലോട്ട് വരുമ്പോൾ ആർസണൽ സീരിയസ്ലി സെസ്കോ ഡീലിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് പ്ലെറ്റംബർഗ് ആണ് സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തത്. ഇപ്പൊ ഇന്നലെ ഫാബ്രിസിയും സംഭവം കൺഫേം ആക്കിയിരിക്കുകയാണ്. സോ സെസ്കോ ഡീലില് റിയലി പ്രോഗ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഡയറക്റ്റ് കോണ്ടാക്ട്സ് ക്ലബ്ബുകൾ തമ്മിൽ ലൈപ്സിഗുമായിട്ട് ആർസണൽ തുടങ്ങിയിട്ടുണ്ട്. സെസ്കോ പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇനി ഒരു പ്രൈസിൽ എത്തുന്ന കാര്യത്തിലാണ്. ആൻഡ് ആർട്ടറ്റയുടെ പ്രിഫേർഡ് ചോയ്സും ഗ്യോക്കറസ് ഒന്നും അല്ല, സെസ്കോ ആണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഹീസ് കൺവിൻസ്ഡ് ഇൻ സെസ്കോ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടുന്ന് നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡിൽ 2 ഹിയർ വീഗോ നമ്മൾ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കും. അതുപോലെ തന്നെ അൽവാറോ കരേറാസ് ഫെർണാണ്ടസും ക്ലബ് വേൾഡ് കപ്പ് റയൽ മാഡ്രിഡിനോടൊപ്പം കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അൽവാറോ കരേറാസ് ഫെർണാണ്ടസിന്റെ എല്ലാം ഡണ്ണാണ്. ഒൺലി ഒഫീഷ്യൽ എന്താ പറയുക അനൗൺസ്മെന്റിന്റെ മാത്രമേ ബാക്കിയുള്ളൂ. സോ ലെറ്റ്സി റയൽ മാഡ്രിഡിന്റെ കാര്യത്തിലോട്ട് നിൽക്കുമ്പോഴേക്കും അവർ സ്റ്റില്ലർ ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ ഒരു ഡീലിലും അവെയർ ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, ആർസണലിന്റെ വിങ് ബാക്ക് ആയ ലൂയിസ് കെല്ലി 2026 വരെ കോൺട്രാക്ട് ഉള്ളൂ. സോ ഇതുവരെ പോസിറ്റീവായിട്ടല്ല ടോക്സ് പോകുന്നത്. ഇതുവരെ എക്സ്റ്റൻഷന്റെ കാര്യമൊന്നും വന്നിട്ടില്ല. സോ റയൽ മാഡ്രിഡ് ആ സിറ്റുവേഷൻ അവെയർ ആണ്. സോ ഓപ്പർച്യൂണിറ്റി റേസ് ചെയ്യുവാണെങ്കിൽ റയൽ മാഡ്രിഡ് ലൂയിസ് കെല്ലി ചിലപ്പോൾ ഡീൽ എൻഡർ ആവാന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുന്ന് മറ്റ് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡെക്കോ, ലൂയിസ് ഡിയാസ്, ജോൺ ഗാർഷ്യ, അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് മാർക്കസ് റാഷ്ഫോർഡ് സംഭവങ്ങൾ. സോ മാർക്കസ് റാഷ്ഫോർഡ് ബാർസലോണയിലായിട്ട് പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പുള്ളി സാലറി റെഡ്യൂസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ പുള്ളി അറ്റ് ഓൾ കോസ്റ്റ് ബാർസ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ അത് ഇന്നോ നാളെയോ നടക്കത്തില്ല. എന്തായാലും ആ സാഗ മുന്നോട്ട് പോകും. ലൂയിസ് ഡിയാസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ലൂയിസ് ഡിയാസിന് അൽ നാസറിൽ നിന്നും സീരിയസ് ഓഫർ ഉണ്ട്. 85 മില്യൺ പ്ലസ് അങ്ങാണ്ട് കൊടുക്കാനായിട്ട് ലിവർപൂളിന് റെഡിയാണെന്ന് പറയുന്നുണ്ട് അൽ നാസർ. സോ ലിവർപൂൾ ആ പ്രൈസിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. ഡെക്കോയ്ക്ക് ലൂയിസ് ഡിയാസിനെ വേണം. ലൂയിസ് ഡിയാസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ പ്രൈസ് അഫോർഡബിൾ അല്ല. സോ റാഷ്ഫോർഡ് ആണ് ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടുന്ന് മറ്റ് കുറച്ച് അപ്ഡേറ്റ്സ് ഒന്ന് സ്പീഡി പറഞ്ഞു വിടാനായിട്ടാണെങ്കിൽ കുറച്ച് മുഹമ്മദ് കുദൂസിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ പുള്ളി മിക്കവാറും വെസ്റ്റ് ഹാം വിടും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ന്യൂകാസിൽ കുദൂസിൽ
ഇൻട്രസ്റ്റഡ് ആണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർപൂൾ അവരുടെ സെന്റർ ബാക്കിന് വേണ്ടിയുള്ള ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലുക്കേബയുടെ പേര് കേൾക്കുന്നുണ്ട്, ഹാറ്റോയുടെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുയിൽ, ക്രിസ്റ്റൽ പാലസിന്റെ സെന്റർ ബാക്കായ ഗുയിൽ ബയൺ മ്യൂണിക്കിന് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെയും മേ ബി ബയൺ മ്യൂണിക്ക് ടാർഗറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ സീരിയസ് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഫെർമിൻ ലോപ്പസ് അറ്റ് ഓൾ കോസ്റ്റ് ബാർസയെ തുടരാൻ തന്നെയാണ് പ്ലാൻ. പ്ലെയറിനും പോകാൻ പ്ലാനില്ല, ബാർസലോണയ്ക്കും പാർട്ട് വേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതേസമയത്ത് പാബ്ലോ ടോറേനെ ബാർസലോണ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ആ ഡീൽ മിക്കവാറും നടക്കും. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് വിൽ ടാർഗറ്റ് വൺ മോർ മിഡ്ഫീൽഡർ. സ്റ്റില്ലർ കഴിഞ്ഞാൽ ഒരു മിഡ്ഫീൽഡറിനെ കൂടെ ടാർഗറ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിക്കോപാസ് തിരിച്ചു വരുമെന്നാണ് വാർത്തകൾ വരുന്നത്. സോ എന്തായാലും റയൽ മാഡ്രിഡ് മറ്റൊരു മിഡ്ഫീൽഡറിനെ കൂടെ നോക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാപ്പോളിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആന്റോണിയോ കോണ്ടെ നാപ്പോളിയിൽ തുടരുമെന്നുള്ളൊരു കാര്യം കൺഫേം ആയിരിക്കുകയാണ്. ആൻഡ് അത് കെവിൻ ഡിബ്രൂനെ അറിയിച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ കെവിൻ ഡിബ്രൂന നാപ്പോളിയിൽ ജോയിൻ ചെയ്യും. അതും എവറിത്തിങ് ഈസ് ഡൺ. ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, നാപ്പോളി ഒരു പ്രപ്പോസൽ യുണൈറ്റഡിന് വിട്ടു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. നാപ്പോളി ബേസ്ഡ് മീഡിയാസിൽ നിന്നാണ് ഇത് വരുന്നത്. മറ്റൊന്നുമല്ല, റാസ്മസ് ഹോയിലൻഡ് പ്ലസ് 40 million ഫോർ വിക്ടർ ഓസിമൻ, അങ്ങനെ ഒരു പ്രപ്പോസൽ നാപ്പോളി സജസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇതിനെന്തുമാത്രം എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു കാര്യം. സോ ലെറ്റ് സി. അതുപോലെ തന്നെ നാപ്പോളി ഗർണാച്ചോയിൽ വീണ്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ലെറ്റ് സി. അതുപോലെ തന്നെ എറിക് ടെൻ ഹാഗ്, ബയർ ലൂർക്കോസിന്റെ എറിക് ടെൻ ഹാഗ്, ആന്റണി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഗർണാച്ചോ ഡീലിലും ചിലപ്പം ഇൻട്രസ്റ്റ് കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇന്റേണലി, അതായത് എറിക് ടെൻ ഹാഗ് സജസ്റ്റ് ചെയ്ത 2 പേരാണ് ഇതെന്നാണ് വാർത്തകൾ വരുന്നത്. അല്ല ഡീലിൽ എൻ്റർ ആയെന്നോ മറ്റൊന്നുമല്ല, ഈ 2 പേര് സജസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഫ്ലോറിയൻ വിച്ച് ഡീൽ ഒഫീഷ്യൽ ആയിട്ടില്ല. പ്രൈസിങ്ങിന്റെ ഫൈനൽ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ എന്തോ ഇഷ്യൂ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബട്ട് എവറിത്തിങ് വിൽ ബി സോർട്ടഡ്.